നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ട്രെയിലർ റിയാക്ഷനാണ്. തങ്കമണി എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. തങ്കമണി കേസുമായി സിനിമയ്ക്കുള്ള ബന്ധത്തെ കുറിച്ചിട്ടുള്ള കുറേയധികം വാർത്തകൾ, ഡിസ്കഷൻസ് ഒക്കെ മുന്നേ നിങ്ങൾ കേട്ട് കാണും. തങ്കമണി സംഭവമായിട്ട് എത്രത്തോളം ഈ ഒരു സിനിമയ്ക്ക് അതുപോലെ തന്നെ ഇതിന്റെ ട്രെയിലറിന് ബന്ധമുണ്ട് എന്നുള്ളത് ഈ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഈ ഒരു ദിലീപ് ചിത്രം വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം റിവ്യൂവേഴ്സിനുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ എന്നുള്ള ഒരു ചെറിയ ഭീഷണിയോടെ ഒരു വാർത്ത ഇന്നലെ വായിച്ചതുപോലെ എനിക്ക് തോന്നി. ബാന്ദ്രയുടെ റിവ്യൂ ചെയ്ത ഒരു കൂട്ടം റിവ്യൂവേഴ്സിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സീക്രട്ട് ഏജന്റ്, അശ്വന്ത് ഗോക്ക്, അങ്ങനെയുള്ള കുറേയധികം ആൾക്കാർ അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും എനിക്കെതിരെ അന്നില്ല എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയതാണ്. ഇനിയിപ്പോൾ അറിയില്ല ഈ ഒരു സിനിമ ഇനിയിപ്പോൾ എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് ഇന്നലത്തെ ആ ഒരു വാർത്ത കണ്ട സമയത്ത് തോന്നി. അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ട്രെയിലർ ഒന്ന് റിലീസ് ചെയ്യുന്നതിന്റെ തലേദിവസം ആ ഒരു വാർത്ത വരില്ലല്ലോ. ഇനിയിപ്പോൾ ട്രെയിലറിലേക്ക് പോയി കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള വിഷ്വൽ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അതിപ്പോൾ ഫുൾ എച്ച് ഡിയിൽ കാണുന്നതുകൊണ്ടായിരിക്കാം, ഡിസ്പ്ലേയുടെ ആയിരിക്കാം. ആ ഒരു ഫ്രെയിം, അതേപോലെ തന്നെ ആ ഒരു നാട്, തങ്കമണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുള്ള ആളുകൾക്കറിയാം വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഈ തങ്കമണി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ ഭംഗി മുഴുവൻ കെടുത്തിയത് തങ്കമണി സംഭവമാണ്. അതിനുശേഷം തങ്കമണിയിൽ നിന്ന് വരുന്ന ആളുകളോട്, അവിടെയുള്ള സ്ത്രീകളോടൊക്കെ ഉള്ള ഒരു മനോഭാവത്തിൽ കാര്യമായിട്ട് തന്നെ ഒരു വ്യത്യാസം പല ആളുകൾക്കും ഉണ്ടായി. ഇതിനെ കുറിച്ചിട്ടൊക്കെ ചില തങ്കമണിക്കാർ ഓർക്കുകയുണ്ടായി. പോലീസിന്റെ ചില നരനായാട്ടിനെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെയാണ് തങ്കമണി എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിലേക്ക് വരിക. ട്രെയിലറിന്റെ തുടക്കത്തിൽ നമ്മളിപ്പോൾ കണ്ട ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ആ ഒരു നാട്ടിൻപുറം കാര്യങ്ങളൊക്കെ ആ ഒരു നാടിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സിനിമയിൽ കൊണ്ടുവരുന്നതായിരിക്കാം. സിനിമയുടെ തുടക്ക ഭാഗത്തായിരിക്കാം നമുക്കത് കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്റ്റോറി നമുക്കറിയാവുന്നതുകൊണ്ട് കുറെയൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരിക്കാം. തങ്കമണി എടാ, നമ്മളിത് ചെയ്യത്തില്ലാൻ തീരുമാനിച്ചല്ലടാ. മനോജ് കെ ജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ബസ് മുതലാളിയായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടായിരിക്കും സിനിമയിൽ വരുന്നത്. ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. 1986 ഒക്ടോബർ 21 ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസ് ലാത്തി ചാർജ് വെടിവെപ്പുമുണ്ടായി. വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ തൽക്ഷണം മരണമടഞ്ഞു. ഉടുമ്പക്കൽ മാത്യു എന്നയാൾക്ക് ഇരുകാലുകളും നഷ്ടപ്പെട്ടു. അന്ന് രാത്രിയിൽ പോലീസ് സംഘമായി ഗ്രാമത്തിലെത്തി നിരവധി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി എന്ന ആരോപണമുണ്ടായി. അതൊരു ആരോപണമാണ്. പിന്നീട് വലിയ ഒരു കളങ്കം പോലെ തങ്കമണിയെ പിന്തുടർന്ന ഒരു ആരോപണമാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊന്നും പിന്നീട് ഒരു വഴിക്കും ചേർന്നില്ല. തങ്കമണിയിലുള്ള ആളുകൾ, പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളിൽ പല ആളുകളും അതിനെ നിഷേധിക്കുന്ന ചില വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ പലയിടത്തായിട്ട് കാണാനായിട്ട് സാധിച്ചു. 1986 ഒക്ടോബർ 21 സംഭവം നടന്നത്. ജില്ലയിലെ കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലീറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കമാണ് ഈ സംഭവത്തിന്റെ തുടക്കമായി പറയപ്പെടുന്നത്. 1986 കാലഘട്ടത്തിൽ പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലായിരുന്നു. കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകൾ ഇറക്കി വിടുകയും തങ്കമണി വരെയുള്ള പണം ഈടാക്കുകയും ചെയ്തിരുന്നു. ബസ് സർവീസ് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ തങ്കമണി വരെ ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് 2 ബസ് ഓടാൻ തുടങ്ങി, 3 ബസ് ടോട്ടൽ ഓടുന്ന ഒരു സമയത്തും വഴിയുടെ അവസ്ഥ ശോചനീയമായിരുന്നു. ജനപ്രതിനിധികൾ, തങ്കമണിയിലുള്ള ആളുകൾ അവരൊക്കെ ആവശ്യം ഉന്നയിച്ചിട്ടും വഴിയുടെ കാര്യത്തിൽ വലിയ നോട്ടമൊന്നും ഭരണ സംവിധാനങ്ങളുടെ അടുത്ത് നിന്നും ഉണ്ടായില്ല. അതിനെക്കുറിച്ചിട്ടും വായിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് പാറമട വരെ ബസ് സർവീസുകൾ പലതും ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ ബസ് തിരിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവുന്നു. അപ്പോൾ കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ ഇറക്കി വിടുകയും തങ്കമണി വരെയുള്ള പണം ഈടാക്കുകയും ചെയ്തു. കോളേജ് വിദ്യാർത്ഥികൾ ഈ പ്രവൃത്തിയിൽ അമർഷം കൊള്ളുകയും ഒരിക്കലും ഒരു വിദ്യാർത്ഥി ഇതിനെ ചോദ്യം ചെയ്യുകയും വാഹനം പാറമടയിൽ എത്തിയപ്പോൾ അത് തങ്കമണി വരെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വാക്ക് തർക്കത്തിൽ കണ്ടക്ടർ വിദ്യാർത്ഥിയെ വണ്ടിയിൽ നിന്ന് മർദ്ദിച്ച് പുറത്താക്കി. സംഭവം അറിഞ്ഞ ജനങ്ങൾ പിറ്റേ ദിവസം വാഹനം പിടിച്ചെടുക്കുകയും തങ്കമണി ടൗണിലേക്ക് ബലമായി കൊണ്ടുവരികയും ചെയ്തു. ബസ്സിലെ തൊഴിലാളികൾ ചെയ്ത പ്രവൃത്തിക്ക് മാപ്പ് പറയണമെന്ന ജനങ്ങളുടെ ആവശ്യം നിരാകരിച്ച ബസ് ഉടമയായ ദേവസ്യ കട്ടപ്പനയിൽ നിന്ന് പോലീസുമായി എത്തി ബസ് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പരിസരത്തെത്തിയ പോലീസിന്റെ ഇടപെടൽ നാട്ടുകാരെ രോഷാകുലരാക്കി. പോലീസ് ജനക്കൂട്ടത്തിന് നേരെ ലാത്തി വീശിയപ്പോൾ ജനങ്ങൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. തങ്കമണിയിൽ നിന്ന് കാമാക്ഷിയിലേക്കുള്ള മോശമായ വഴിയിലൂടെ ജീപ്പിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലീസിനെ നാട്ടുകാർ പിന്തുടർന്ന് കല്ലെറിഞ്ഞു. അന്നത്തെ വാർത്താ മാധ്യമങ്ങൾ, വിവര സാങ്കേതിക വിദ്യ, അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് കുറേയധികം കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി
തോന്നാതിരിക്കുന്നത് സ്വാഭാവികമാണ്. അന്ന് മനോരമയിൽ വന്ന പല എഴുത്തുകളുമാണ് ഇന്ന് ഈ ഒരു ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ അതിനകത്ത് എത്രത്തോളം ഉണ്ട് ശരികൾ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അതൊക്കെ ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഇത് പോലീസുകാരിൽ വൈരാഗ്യം ഉണ്ടാവാൻ കാരണമായി. ഇതൊക്കെ പിന്നീട് അന്വേഷണ കമ്മീഷൻ വരുന്ന സമയത്ത് ഉണ്ടായ ഒരു നറേറ്റീവാണ്. അന്ന് പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന AC തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിറ്റേ ദിവസം സർവ്വസന്നാഹങ്ങളുമായി വരികയും ചെയ്തു. ഈ സമയം ഫാദർ ജോസ് കോട്ടൂരും കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തെക്കേമലയും പഞ്ചായത്ത് ഓഫീസിൽ ചർച്ചയിലായിരുന്നു. പിന്നീട് അവർ AC തമ്പാനുമായി സംസാരിക്കുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ കുപിതനായ തമ്പാൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ നിഷ്ഠൂരമായി വെടിവെക്കാൻ കൽപ്പിക്കുകയായിരുന്നു. വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ തൽക്ഷണം മരണമടഞ്ഞു. ഉടുമ്പക്കൽ മാത്യു എന്നയാൾക്ക് ഇരുകാലുകളും നഷ്ടപ്പെട്ടു. ഫാദർ ജോസ് കോട്ടൂരിന്റെ നേതൃത്വത്തിൽ തടിച്ചുകൂടിയ ജനം രാത്രി 8:30 പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് നിരവധി വാഹനങ്ങളിൽ പോലീസ് തങ്കമണിയിൽ വന്നിറങ്ങി. അവർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ കയറുകയും ചില വീടുകളുടെ വാതിലുകൾ ചവിട്ടി തുറക്കുകയും ചെയ്തു. നിരപരാധികളായ നിരവധി പേരെ മർദ്ദിക്കുകയും പിന്നീട് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ കൊണ്ടുപോയ പുരുഷന്മാരെ പോലീസ് കഠിനമായി പിടിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ 3-ാം മുറ പരീക്ഷിക്കപ്പെട്ട പുരുഷന്മാർ വീണ്ടും മർദ്ദനമേറ്റ് മരിക്കാതിരിക്കാൻ അവർക്ക് പോലീസ് ഇടിപ്പാസ് നൽകുകയും ചെയ്തു. എന്നാൽ പോലീസിന്റെ തേർവാഴ്ചയിൽ ഭയചകിതരായ ചില പുരുഷന്മാർ കൃഷിയിടങ്ങളിലും മറ്റും ഒളിച്ചു രക്ഷപ്പെട്ടു. പക്ഷെ സ്ത്രീകളും കുട്ടികളും തനിച്ചായ ഈ അവസരത്തിൽ പോലീസ് അവരുടെ വീടുകളിൽ കയറി അവരെ ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്നു. എലൈറ്റ് ബസിന്റെ ഉടമയായിരുന്ന ദേവസ്യ പിന്നീട് കുമളി ഗസ്റ്റ് ഹൗസിൽ ഉദ്യോഗസ്ഥനാവുകയും സൂര്യനെല്ലി സ്ത്രീപീഡന കേസിൽ മുഖ്യ പ്രതികളിൽ ഒന്നാവുകയും ചെയ്തു. അന്ന് മുതൽ ദേവസ്യ ഒളിവിലാണ്. ഇതുപോലുള്ള സിനിമകൾ കാണുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ചരിത്ര ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാലേ നമുക്ക് ആ ഒരു സിനിമയായിട്ട് കണ്ട് ആസ്വദിക്കുന്ന സമയത്ത് എത്രത്തോളം ഈ ഒരു സിനിമയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അത് എത്രത്തോളം ഇതിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ബാക്കി ട്രെയിലറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കേസ് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. തമ്പാൻ, ദേവസ്യ അവരെ പോലുള്ള ആളുകളെയൊക്കെ നമുക്കിപ്പോൾ ട്രെയിലർ കാണുന്ന സമയത്ത് കണക്ട് ആവുന്നുണ്ട്. കണ്ട കാട്ടിക്കൊണ്ടേ കളയാൻ എനിക്ക് അവളെ കളഞ്ഞു കിട്ടിയതാണ്. ചേട്ടന്മാരെ നിങ്ങൾ തല്ലോട്ട് ചവിടേക്ക് വണ്ടി തങ്കമണിക്ക് എടുക്കുക. It's been 48 hours. Nobody has. വളരെ കുഞ്ഞൊരു ഇഷ്യൂ ആണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ കിടന്ന് അത് വലുതായി വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോവുകയുണ്ടായി. കരുണാകരനൊക്കെ വലിയ പ്രതിരോധത്തിലേക്ക് ആ ഒരു സമയത്ത് പോയതൊക്കെ ഞാൻ വായിച്ചറിഞ്ഞാണ്. കാരണം നമ്മൾ അന്ന് ജനിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഭീകരത അത് വായിക്കുമ്പോൾ തന്നെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അത് സിനിമയിലേക്ക് എത്രത്തോളം വരുമെന്നുള്ളതാണ്. ഇത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേന് നല്ല രീതിയിലുള്ള ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും. സൂക്ഷിച്ചു നോക്കടാ. ഈ ഒരു സിനിമയിൽ അന്നത്തെ പോലീസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് പറയുന്നത് എന്നറിയാനൊരു ആകാംക്ഷയുണ്ട്. നമുക്ക് തുടങ്ങാമാവേ. ട്രെയിലർ ഒരു ആവറേജ് ആയിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്റ്റോറി നമുക്കറിയാവുന്നതുകൊണ്ടായിരിക്കാം. ട്രെയിലറിൻ്റെ തുടക്കത്തിൽ 86 കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള കുറേയധികം വിഷ്വലുകൾ കാണാൻ പറ്റും. എന്നാൽ ട്രെയിലറിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ആ ഒരു കാലഘട്ടമല്ല കാണാൻ പറ്റുന്നത്. അതേപോലെ നമ്മളറിയാത്ത തങ്കമണി സംഭവത്തിന് ശേഷമുള്ള ചില കാര്യങ്ങൾ എന്നുള്ള ഒരു ഭാവനയും ഈ ഒരു സിനിമയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പതിവായി ഇത്തരത്തിലുള്ള കഥകൾ പറയുന്ന ഒരു രീതി തന്നെ ആയിരിക്കാം ഈ ഒരു സിനിമയിലും അവലംബിച്ചിരിക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് ഈ ട്രെയിലർ ഒന്നും കണ്ട് ഡീകോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്കും അങ്ങനെ ആവും എന്ന് എനിക്ക് തോന്നുന്നു. അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.